ഹലോ, വെൽക്കം ടു മെഹന്ദിക് ഹ്യൂ. ഏതൊക്കെയാണ് ബേസിക് ഹെന്ന എലിമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കിയാലോ? അതെ, ലൈൻസ് ആണ് ആദ്യത്തെ നമ്മുടെ ബേസിക് ഹെന്ന എലിമെൻറ്റ്. നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ആദ്യം ഒന്ന് സർഫേസിൽ ടച്ച് ചെയ്യണം, പിന്നെ ഒന്ന് പൊക്കി ഡ്രാഗ് ചെയ്ത് എവിടെയാണ് കൊണ്ട് മുട്ടിക്കേണ്ടത് അവിടെ വെച്ച് മാത്രമാണ് പിന്നെ സർഫേസിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് കറക്റ്റ് മെത്തേഡ്. ലൈൻസ് ഫിനിഷിംഗ് ഇല്ലാത്തതുപോലെ തോന്നുന്നത് ഇതുപോലെ സർഫേസിൽ ടച്ച് ചെയ്ത് വരയ്ക്കുന്നത് കൊണ്ടാണ്. മിക്കതും ബിഗിനേഴ്സിനെയാണ് ഞാനിങ്ങനെ കണ്ടേക്കുന്നത്. ഈവൻ ഞാൻ പോലും ആദ്യം ലൈൻസ് ഇങ്ങനെയാണ് വരച്ചിരുന്നത്, പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ റെഡിയാക്കാം. നെക്സ്റ്റ് വൺ തിക്ക് ലൈൻസ് ആണ്. തിക്ക് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നേരത്തെ വരച്ച പോലെ തന്നെ ആദ്യം ഒരു ലൈൻ വരയ്ക്കണം, അതിന് തൊട്ട് താഴെയായിട്ട് വേറൊരു ലൈൻ വരയ്ക്കണം. നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് ആവശ്യം അതിനനുസരിച്ചുള്ള ആ ഒരു വിഡ്ത്തിൽ വേണം നെക്സ്റ്റ് ലൈൻ വരയ്ക്കാൻ. ആഫ്റ്റർ ദാറ്റ് സെയിം പ്രഷർ കൊടുത്ത് കോൺ ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ഫില്ല് ചെയ്യണം. ഇതാണ് കറക്റ്റ് മെത്തേഡ്. നെക്സ്റ്റ് വൺ കാണിക്കുന്നതാണ് മിക്കവരും ചെയ്യുന്നത്. ഇവർ നേരിട്ട് സർഫേസിൽ ഇതുപോലെ ചെയ്യുമ്പോൾ അൺഈവനായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ കണ്ടോ, ഡിഫറൻസ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. തേർഡ് വണ്ണാണ് ഡോട്ട്സ് വരയ്ക്കുമ്പോൾ മിസ്റ്റേക്ക് ഇതും കുറേ കാണാറുണ്ട്. ഈ PS എക്സാമിനൊക്കെ നമ്മൾ ബബിൾ ചെയ്യുന്ന പോലെ സർഫേസിൽ മുട്ടിച്ചിട്ട് കുറേ പേര് ചെയ്യുന്നത് കാണാം. ഇത് റോങ് ആണ്. സോ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സർഫേസിൽ മുട്ടിക്കാതെ ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുത്താൽ മതി. ഡോട്ട്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ അത്രയും വലുപ്പത്തിൽ വരും എന്നുള്ളതാണ്. നമ്മൾ ചെറിയ രീതിയിൽ പ്രഷർ ചെയ്യുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡോട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് 2 ടൈപ്പ് ഡോട്ട്സ് നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരെണ്ണം നല്ല ബീഡ്സ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് മിക്കതും അറബിക് ഡിസൈൻസിൽ വരാറുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഡിസൈൻസിലും കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ബട്ട് മെയിനായിട്ട് അറബിക് ഡിസൈനിലാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ലൈൻസ് വരച്ച് അതിൽ പല സൈസുള്ള ഡോട്ട്സും അറബിക് ഡിസൈനിൽ യൂസ് ചെയ്യാറുണ്ട്. സത്യത്തിൽ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എലിമെൻ്റാണ്. അടുത്തതാണ് ഹംസ് വരയ്ക്കാൻ കുറച്ച് പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഒരേ ഹൈറ്റിൽ വരണമെങ്കിൽ അത്യാവശ്യം നല്ല പ്രാക്ടീസ് വേണം. ആദ്യം ഒരു ലൈൻ വരച്ച് അതിൽ യു പോലെ അല്ലെങ്കിൽ റാ പോലെയൊക്കെ വരയ്ക്കുന്നതിന് ഈ ഹംസ് എന്ന് പറയും. ആദ്യമൊക്കെ ചിലപ്പോൾ ഹൈറ്റിന് ഒരു ഡിഫറൻസ് വരും, പക്ഷെ അത് പ്രാക്ടീസിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ കാണിക്കുന്ന മെത്തേഡ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം ഒരു ലൈൻ വരച്ച് എത്ര ഹൈറ്റിലാണോ നിങ്ങൾക്ക് ഹംസ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഡോട്ട് ഇട്ടിട്ട് ഇതുപോലെ വരച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹംസ് ഇന്ത്യൻ ഡിസൈൻസിലും വരാറുണ്ട്. ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലെ ലാസ്റ്റ് എലിമെൻ്റാണ് ലീവ്സ് വരയ്ക്കാൻ ഫസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് പ്രഷർ കൊടുത്ത് പിന്നൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് റിലീസ് ചെയ്ത് വിട്ടാൽ മതി. നമുക്ക് നല്ല ഭംഗിയിൽ ലീവ്സ് വരയ്ക്കാം. നമ്മൾ വൈൻസൊക്കെ വരയ്ക്കുന്നത് ഇതുപോലെയുള്ള ലീവ്സ് വെച്ചിട്ടാണ്. ഈ ലീവ്സ് ഒക്കെ ശരിക്കും വരയ്ക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ചിട്ടും നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ചിട്ടും ഒക്കെയാണ് ഈ ലീവ്സും അതുപോലെ ഡ്രോപ്സൊക്കെ വരുന്നുണ്ട്. ഡ്രോപ്സൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ള ബേസിക് ഹെന്ന എലിമെൻറ്റ്സ്. ലൈൻസ് നോക്കി, തിക്ക് ലൈൻസ് നോക്കി, അതുപോലെ ഡോട്ട്സ് നോക്കി. ഡോട്ട്സ് പല സൈസ് ഉണ്ട്, നമുക്ക് പല സൈസിൽ ചെയ്തെടുക്കാം. അതുപോലെ ഹംസും പല ഹൈറ്റിൽ ഉള്ളതൊക്കെ ഉണ്ട്. കുഞ്ഞി ഹംസ് ഉണ്ട്, വലിയ ഹംസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ലീവ്സും ഇതുപോലെ നമ്മുടെ അറബിക് ഡിസൈൻസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്.